എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ പെൻഷൻ പ്രായം 56 ടു 60. 56 പൊതുവെ പെൻഷൻ പ്രായം. അപ്പോൾ സർക്കാരിൻ്റെ ഈ പിരിയാൻ നേരത്ത് ഇവർക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് ഇത് ഇച്ചിരൂടെ നീട്ടുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് 56 ടു 60. കേന്ദ്ര ഗവൺമെൻറ്റിനൊക്കെ 60 ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 56 ടു 60 വരെ ആകുമ്പോൾ എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻ കൊടുക്കുന്നത് എന്ന് നമ്മൾ പൊതുജനം ചിന്തിക്കുമ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രായത്തിൻ്റേതായ ശാരീരിക ക്ഷമത കുറവ്, അത് ശരീരത്തിലും ആരോഗ്യത്തിലും ബുദ്ധിയിലും ഒക്കെ കുറവ് വരും. മനസ്സെത്തുന്നിടത്ത് ശരീരം എത്താതെ വരും. അങ്ങനെ ചിലർക്കൊക്കെയും വിവിധങ്ങളായ രോഗങ്ങൾ വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവരെ മാറ്റി പകരം ആളുകളെ നിയമിക്കണം. അപ്പോൾ അവർ പെൻഷനാകണം. പിന്നൊരു കാര്യം ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ ഈ പഴയ ആളുകൾക്ക് അത് പഠിക്കാനും അത് ഉദ്ദേശിക്കുന്ന രീതി കൈകാര്യം ചെയ്യാനും ഒക്കെ പാടാം. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കമ്പ്യൂട്ടർ എത്രത്തോളം എന്ന് നമ്മൾ പറഞ്ഞാലും പുതിയ പിള്ളേരുടെ 7 അയലോക്കത്ത് നിൽക്കുകയില്ല പ്രായമുള്ള ആളുകൾ. അവരെന്നാ പഠിച്ചെന്ന് പറഞ്ഞാലും എന്നാ പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞാലും അവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുകയില്ല. അവരൊക്കെ എന്തുകൊണ്ട് സർവീസിൽ ഇരിക്കുമെന്ന് ചോദിച്ചാൽ പിള്ളേരുടെയൊക്കെ സഹായം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങ് ഇരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് പെൻഷൻ കൊടുക്കണം. പൊതുവെ പെൻഷൻ കൊടുക്കുന്ന അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രായത്തിൽ ഉദ്ദേശിക്കുന്ന ശാരീരിക ക്ഷമത സർക്കാരിന് വലിയ തോതിലുള്ള ഉൽപ്പാദന ലെവൽ കിട്ടാത്തത് കൊണ്ട് അവർക്ക് പെൻഷൻ കൊടുക്കും. എന്നാൽ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ പെൻഷൻ പറ്റിയവരിൽ നല്ലൊരു ശതമാനവും എന്തെങ്കിലുമൊക്കെ വിധത്തിലുള്ള ജോലികളിലാണ് അത് പെൻഷന് ശേഷവും നിൽക്കുന്നത്. ഈ ഏറ്റവും കൂടിയ IAS, IPS, IFS ഒക്കെ ഉദ്യോഗസ്ഥന്മാർ അവർ സർക്കാരിൻ്റെ തന്നെ വിവിധങ്ങളായ കോർപ്പറേഷനുകളിലും ബോർഡുകളിലും വിവിധങ്ങളായ തസ്തികകളിലും ഒക്കെ അവർ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന അവസാനത്തെ ശമ്പളത്തെക്കാളും കൂടിയ തുകയ്ക്ക് ശമ്പളവുമായിട്ട് വിവിധങ്ങളായ പോസ്റ്റുകളിൽ അവരിയ്ക്കുക. തന്നെയുമല്ല, അവർ സർക്കാരിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും അതിനൊരു പ്രധാന കാരണമുണ്ട്. ഈ സർവീസിലായിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ അവിഹിത മാർഗത്തിൽ സംവിധാനങ്ങളെ സേവിച്ചു എന്ന് വരുത്തിയ ആളുകൾക്കാണ് ഇതുപോലെ കൂടുതലും പോസ്റ്റുകൾ. ചിലർക്കൊക്കെയും ഒന്നിലധികം സ്ഥലത്ത് ഒന്നിലധികം പോസ്റ്റുകളിൽ സൗകര്യ സാഹചര്യങ്ങളോടുകൂടി അവരങ്ങ് വിഹരിക്കുക. ഇനി അതിൻ്റെ ഒരു മധ്യ ലെവലിലുള്ള ആളുകൾ നമ്മൾ, അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള ആളുകളെ നമ്മൾ നോക്കിയാൽ ഇവരും പെൻഷൻ പറ്റിക്കഴിഞ്ഞ് ആ പെൻഷൻ്റെതായ ഒരു വിശ്രമ ജീവിതത്തിലല്ല ഇവരും ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള ജോലികളിലോട്ട് പ്രവേശിക്കുക. എനിക്ക് നിരന്തരമായി ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്, അല്ലെങ്കിൽ വീഡിയോകളൊക്കെ അയക്കാറുണ്ട്. അവർ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമാണ്, ഈ ഇടത്തരം ഉദ്യോഗസ്ഥന്മാർ റിട്ടയർഡ് ആയവരൊക്കെ ഈ കേരളത്തിലെ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെയൊക്കെ തലപ്പത്തും നല്ല പോസ്റ്റുകളിലൊക്കെ ഈ റിട്ടയർഡ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരാണ്. അവർ ഇറങ്ങുന്നതിനിപ്പുറം തന്നെ അവർക്ക് സർവീസിലുള്ള പിടിയും അവർക്ക് കണക്ഷനും ഒക്കെ ഉപയോഗിച്ച് അവർ ഇറങ്ങുന്നതിനിപ്പുറം തന്നെ അവരുടെ പോസ്റ്റുകളൊക്കെ അവർ റെഡിയാക്കി വെക്കും. എന്ന് പറഞ്ഞാൽ അതിനുള്ള ജോലികൾ. ഇതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരുടെ സാധ്യതകൾ, ജോലി അവസരങ്ങൾ ഇല്ലെന്നാകും പ്രധാനമായിട്ടും. ഇനി എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയാൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ നിലം പുരയിടമാക്കുക, മിക്കവാറും കാണാൻ മേലെ വഴിയിലൊക്കെ പരസ്യം ഒട്ടിച്ച് വെച്ചേക്കുന്നത് കാണാൻ മേലെ വസ്തു തരം തിരിക്കൽ എന്ന് പറഞ്ഞാൽ ഈ പാടി ലാൻഡുകളെ പുരയിടമാക്കുന്ന പരിപാടി. അത് ശരിക്കും പറഞ്ഞാൽ വലിയ അഴിമതിയുള്ളൊരു പരിപാടിയാണ്. അന്വേഷിക്കേണ്ട പോലെ അന്വേഷിച്ചാൽ അത് ഭയങ്കരമായ അഴിമതി നടക്കുന്ന ഒരു പരിപാടിയാണ്. ഈ സ്ഥലങ്ങൾ, നിലങ്ങളായ സ്ഥലങ്ങൾ, പാടി ലാൻഡുകൾ പുരയിടങ്ങളാക്കുന്ന പരിപാടികൾ, അതിൻ്റെ 90% പുറകിലും ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർഡായ ഉദ്യോഗസ്ഥന്മാരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സർവീസിലിരുന്ന് കാണിച്ചുകൊണ്ടിരുന്ന കൊള്ളരുതായികൾ സർവീസിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പം ഇവർക്കുള്ള അറിവും പരിചയവും വെച്ച ഒരു തരം കൊടിയ അഴിമതി. ഇത് രണ്ടാമത്തെ ഭാഗം. നമ്മളിത് നോക്കുമ്പോൾ മിക്ക സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലൊക്കെയുള്ള കൺസൾട്ടിംഗ് കമ്പനികൾ, ഫലത്തിൽ പക്ക തട്ടിപ്പുകൾ, ഈ തട്ടിപ്പുകളുടെ എല്ലാം പുറകിൽ 90% പെൻഷനായ ആളുകളുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അനേക ചെറുപ്പക്കാർക്ക് കിട്ടേണ്ട ജോലികളില്ലെന്നാകുക. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കളവന്മാർ ഈ യുവതലമുറയ്ക്ക് പാരയുണ്ടാക്കുക. അവരുടെ കാലാവധി കഴിഞ്ഞു, എന്നിട്ട് അവർ യുവതലമുറയ്ക്കിട്ട് കയറി അങ്ങ് പണിയുക. ഈ ദിവസങ്ങളിൽ എനിക്ക് ഒരാൾ നിരന്തരമായിട്ട്
മെസ്സേജ് അയച്ചിട്ട് അയാൾ ഒത്തിരി ആ പോസ്റ്റുകളിലിരിക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് പറയുക, ഈ ചെറുപ്പക്കാർക്ക് യാതൊരുവിധ സാധ്യതകളും ഇല്ലെന്നാക്കുകയാണല്ലോ. എന്നിട്ട് അങ്ങേര് തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വളരെ ചിന്തിച്ചു. അങ്ങേര് പറയുക, ഈ 56 to 60 വയസ്സിനിടയ്ക്ക് പെൻഷനാകുന്നത് ശാരീരിക ക്ഷമത കുറഞ്ഞതായതുകൊണ്ട് ഇവർക്കൊരു കാര്യം ചെയ്യുക, ഈ 56 വയസ്സൊക്കെ ആകുമ്പോൾ ഇവരെ പെൻഷനാക്കണ്ട, ഇവർ ചാകുന്നത് വരെ ഇവർക്ക് സർക്കാർ ജോലി അങ്ങ് കൊടുക്കാം. ഇവർക്ക് ചാകുന്നത് വരെ സർക്കാർ ജോലി കൊടുക്കാം. അപ്പം ഞാൻ ഓർത്തത് എങ്ങനെ അങ്ങനെ നടക്കും. അന്നേരം അയാൾ തന്നെ പറയുക, ഈ 56 വയസ്സായി കഴിയുമ്പം പിന്നീട് ശാരീരിക ക്ഷമത കുറവായതുകൊണ്ട് ഇവരുടെ ശമ്പളം ഒരു നേർപകുതിയാക്കുക. നേർപകുതിയാക്കുവോ അല്ലെങ്കിൽ ഒരു 1/3 ആക്കിക്കൊണ്ട്, നേർപകുതിയോ അല്ലെ 1/3 ആക്കിക്കൊണ്ട്, അയാൾ എന്നോട് പറഞ്ഞത് നേർപകുതിയാക്കുക, നേർപകുതിയാക്കിക്കൊണ്ട് ഇവരെ സർവീസിൽ അങ്ങ് തുടരുക. 56 മുതൽ ഒരു 70 വയസ്സ് വരെ പകുതി ശമ്പളത്തിൽ പോട്ടെ. 70-ന് ശേഷം പിന്നീട് ഇവർ ആയുസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/3 ശമ്പളം കൊടുക്കട്ടെ, സർവീസിലിരിക്കട്ടെ. അപ്പം ഞാൻ ചോദിച്ചു, ഇതൊക്കെ സർക്കാർ നടപ്പാക്കിയാൽ എന്നാ ഗുണം? അന്നേരം അതിൻ്റെ വശങ്ങൾ പറഞ്ഞു തരിക. അന്നേരം പറയുക, ഒന്ന്, പിരിയുമ്പോൾ കൊടുക്കേണ്ട വലിയൊരു തുക കൊടുക്കണ്ട സർക്കാരിന്, ജീവിതകാലം കൊടുക്കണ്ട. പിരിയുമ്പോൾ കൊടുക്കുന്ന ഇപ്പം നല്ലൊരു തുക കൊടുക്കുന്നുണ്ടല്ലോ, ആ തുകയെ കൊടുക്കണ്ട. വേറൊരു ഗുണമുള്ളത്, യുവാക്കൾക്ക് സ്വകാര്യ മേഖലയിലെങ്കിലും പണി കിട്ടും. കാരണം ഇവന്മാർ ഇവിടുന്ന് ഇറങ്ങിയിട്ട് സ്വകാര്യ മേഖലയിലോട്ട് പോയി ഇടിച്ചു കയറി അവിടെയും പണിയില്ല ഇവിടെയും പണിയില്ലാത്തൊരവസ്ഥ ഉണ്ടാകുകയല്ലോ. യുവാക്കൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലെങ്കിലും പണി കിട്ടും. ഈ മിക്ക സ്വകാര്യ സ്ഥാപനങ്ങളുടെയും തലപ്പത്ത് റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരാണ്. അത് ചിലയിടത്ത് അവർ ഫോഴ്സ് ചെയ്ത് അല്ലെ പ്രഷർ ചെയ്ത് അവർ ആ ജോലി അങ്ങ് മേടിച്ചെടുക്കുക. അപ്പം തന്നെയുമല്ല, സർക്കാരിന് ഈ ഉദ്യോഗസ്ഥൻ്റെ കഴിവും പ്രായോഗിക പരിജ്ഞാനവും ഒക്കെ ഈ പെൻഷൻ പറ്റിക്കഴിഞ്ഞ് പിന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല, അവൻ അവിടെ തന്നെ കിടന്നോളൂല്ലോ. വേറൊരു കാര്യമുണ്ട്, ശമ്പളത്തിൻ്റെ അവസാനം മേടിക്കുന്ന ശമ്പളത്തിൻ്റെ 60% പെൻഷൻ കൊടുക്കണം. ഈ 60% പെൻഷൻ കൊടുക്കുന്നതിന് ഇപ്പുറം 1.25 കോടി രൂപയൊക്കെ അല്ലാത്ത ഗ്രാറ്റുവിറ്റിയും പ്രൊവിഡന്റ് ബാക്കിയുള്ള എല്ലാം കൂടെ കൊടുക്കണം. അതൊന്നും കൊടുക്കണ്ട, കാരണം മരണം വരെ അങ്ങ് പണിയുമല്ലേ, അങ്ങ് പണിതോട്ടെ. ഇനി കുറച്ച് പേർക്കെങ്കിലും തോന്നുന്നുണ്ടല്ലോ, ശാരീരിക ക്ഷമതയില്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്ന് തോന്നുന്നവർക്ക് റിട്ടയർമെൻറ്റ് കൊടുക്കണ്ട, അവർ സ്വയമായിട്ട് രാജിവെച്ച് പോട്ടെ. സ്വയമായിട്ട് രാജിവെച്ച് പോകുന്നവർക്ക് പിന്നെ പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും കൊടുക്കണ്ട എന്നൊരു പ്രത്യേകതയും കൂടെ അതിനകത്ത് കിട്ടും. അന്നേരം സ്വാഭാവികമായിട്ട് ചോദ്യമുണ്ട്, അപ്പോൾ ഇതുവരെ പെൻഷനായിട്ടുള്ള ഈ 6.5 ലക്ഷം പേരെന്നാ കാണിക്കും? അതിനൊരു എളുപ്പപണിയുണ്ട്. ഇതുവരെ പെൻഷനായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ കയറി ഇരുന്ന് പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് എങ്കിൽ അവരുടെ പെൻഷൻ അങ്ങ് കട്ട് ചെയ്യണം. കാരണം അവർക്ക് മാന്യമായൊരു തുകയും കൂടെ കൊടുത്തിട്ടുണ്ടല്ലോ, അവരുടെ പെൻഷൻ അങ്ങ് കട്ട് ചെയ്യണം. അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തിരമായി ഈ ചെറുപ്പക്കാരുടെ കാര്യത്തിൽ ഗവൺമെൻറ്റിന് എന്തെങ്കിലും ശ്രദ്ധയുണ്ടെങ്കിൽ, ഒന്നാമത് കേരള രാഷ്ട്രീയത്തിൽ ചെറുപ്പക്കാരില്ല, കേരള ഭരണരംഗത്ത് ചെറുപ്പക്കാരില്ല, മുഴുവൻ സ്ഥലത്തും ഈ കാലാവധി കഴിഞ്ഞ കളവന്മാരാണ്. അപ്പോൾ ചെറുപ്പക്കാരുടെ കാര്യത്തിൽ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഗവൺമെൻറ് ഈ സർവീസിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ജോലിക്ക് കയറിയ ആളുകളുടെ പെൻഷൻ കട്ട് ചെയ്യണം. ആ പെൻഷനും ആനുകൂല്യങ്ങളും അങ്ങ് കട്ട് ചെയ്യുമെങ്കിൽ അത് കട്ട് ചെയ്യുമ്പം ഇവന്മാർ തന്നെ രാജിവെച്ചോളും. ഇവന്മാർ ജോലിക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവന്മാർക്ക് ശാരീരിക ക്ഷമത ഉള്ളതുകൊണ്ടാണ്. അപ്പം നിലവിലുള്ളവരിൽ എത്ര പേര് വീണ്ടും പുതിയ തലമുറ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജോലി എടുക്കുന്നുണ്ടോ, അത്രയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും പെൻഷൻ കട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു 30 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്താൽ മതി. ഇനി ഒരു 30 ദിവസത്തിനുള്ളിൽ ഈ എന്തെങ്കിലും സർവീസിനകത്ത് എവിടുന്നെങ്കിലും ശമ്പളം കിട്ടുന്ന ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്ഥിര വരുമാനമായും അവർക്ക് ശാരീരികമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്നും ഉള്ളത് പരിഗണിച്ച് അവർ ജോലിയെടുത്ത് ജീവിക്കട്ടെ എന്ന കാരണത്താൽ അവരുടെ പെൻഷൻ കട്ട് ചെയ്ത് കളയും എന്ന് ഒരു നോട്ടീസ് പുറപ്പെടുവിച്ചാൽ നിലവിലുള്ള ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ രാജിവെച്ച് വീട്ടിൽ പൊക്കോളും. അല്ലാത്തവരുടെ പെൻഷൻ അങ്ങ് കട്ട് ചെയ്യട്ടെ, സർക്കാരിന് ഒത്തിരി ബാധ്യത കുറഞ്ഞിരിക്കുമല്ലോ. അപ്പം നിലവിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് ജീവിതവും സാഹചര്യവും അവസരങ്ങളും ഉണ്ടാകണമെങ്കിൽ ഈ കൊടുക്കുന്നവരുടെ വായിലോട്ട് തന്നെ പിന്നെയും കൊടുക്കുന്ന പരിപാടി നിർത്തി അവസാനിപ്പിക്കാൻ ഈ പെൻഷൻ സംവിധാനം തന്നെ അങ്ങോട്ട് എടുത്തു കളഞ്ഞിട്ട്, എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻ കൊടുക്കുന്ന പരിപാടി തന്നെ അങ്ങ് എടുത്തു കളഞ്ഞിട്ട് അവർ മരിക്കുന്നത് വരെ അവർക്ക് ജോലി, പെൻഷൻ പ്രായം 60 വയസ്സ് കഴിഞ്ഞ് അല്ലെ 56 വയസ്സ് കഴിഞ്ഞ് ശമ്പളം ഒരു പകുതിയാക്കുക, ശാരീരക്ഷമത കുറഞ്ഞല്ലോ 70 വയസ്സാകുമ്പോൾ ഒരു 1/3 ആക്കുക, എന്നാലും ഈ പെൻഷനേക്കാളും ലാഭമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.